താങ്ക് യു ലോർഡ്. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. മനോഹരമായ ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നല്ലോ. പകലിൻ്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെയിരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ നമ്മുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ പ്രിയപ്പെട്ടവർ ഈ പ്രഭാതം കണ്ടവർ ഈ സന്ധ്യയുടെ യാമം കാണുവാൻ കഴിയാതെ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണ്ണുനീരിലും ദുഃഖത്തിലും നെടുവീർപ്പിൻ്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് നമ്മുടെ ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തിനും എല്ലാവർക്കും സ്വാഗതം. എന്നെ അൻപോടെ സ്നേഹിപ്പാനുള്ള പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. 12 മണിക്കൂറെല്ലാം കർത്താവേ കണ്ണീരും കാഞ്ഞു വീശുന്നു. പ്രാണമേളത്തും കർത്താവ് രോഗുക്കൾ പറിച്ചതെല്ലാം കർത്താവ് വിളിച്ച് സംരക്ഷിക്കത്തോടെ ഒരു രാത്രികാലം കൂടി കർത്താവ് എനിക്ക് നല്ല അവസരം കാണാൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവ് സ്നേഹത്തിലും ഫാമിലിയെ വിദേശത്തും സ്വദേശത്തും കോൺഫറൻസും കൊള്ളാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ രാത്രിക്കാലം എൻ്റെ അപ്പച്ചൻ്റെ പാകപ്പെടുത്തിലേക്ക് അടുത്തുവരുവാൻ സുഹൃത്തിലുവനായ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് പിന്നെയും വിശ്വസത്തോടെ നിലവിലുള്ള ഓരോരുത്തരെയും സഹായിക്കുന്ന വർക്കുകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ രാത്രികാലത്ത് വചന ശുശ്രൂഷ അത് അനേക കാര്യങ്ങൾ വിടുതലായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ, സന്തോഷമായി തീരുവാൻ കർത്താവേ ഇടയാക്കണമേ. ആമേൻ. ഘോഷണം മറന്ന് സംസാരിക്കുന്ന രാസന ശക്തമായി കരങ്ങൾ ഉപയോഗിക്കണമേ. എന്നെ ശക്തനാക്കുന്ന സകലത്തും മതിയായ ദൈവമായ കൂടുന്ന കർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീരപ്രവൃത്തികളാൽ ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. 3 വർഷം കൂടാതെ ദൈവദൂതകൾ ദൈവ ആലോചന വിളിച്ചു കൊള്ളുന്ന രാസന ശക്തമായി കരങ്ങൾ ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ശരീരാസ്വസ്ഥരായ കർത്താവേ, പനിയുടെ ശരീര ക്ഷീണത്താൽ കോവിഡിന്റെ അസ്വസ്ഥ ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന പൂർണ്ണമായ വിടുതൽ സൗഖ്യ ആശ്വാസം കൽപ്പിക്കണമേ പ്രാർത്ഥിക്കും. പനിയാൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. പലവിധ രോഗങ്ങളെ ഭാരപ്പെടുന്ന വെച്ചുകൊണ്ടല്ലോ ഈ രാത്രിക്കാല വചന ശുശ്രൂഷ കർത്താവ് പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ, പൂർണ്ണ വിടുതൽ പ്രാപിപ്പാൻ, സ്വർഗം ഇടയാക്കണമേ എന്നോട് പ്രാർത്ഥിക്കും. രാത്രിക്കാല ശക്തമായ ദാസകാലങ്ങൾക്ക് ഉപയോഗിക്കണമേ. ഈ രാത്രിക്കാലം തുറക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. ഈ രാത്രിക്കാലം ഒരു ഭാവിയെങ്കിലും എൻ്റെ കർത്താവിനെ അറിയാം, കർത്താവിനോട് ജീവിതം സമർപ്പിക്കപ്പെടുക കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പം ചിന്തക്കാരെ അവിടുന്ന് പ്രവർത്തിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയത്തെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 6 മാസം തിരുമേനി കൂടി സഹായിക്കും. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ശുശ്രൂഷിക്കാൻ ദേവദാസനെ ക്ഷണിക്കുന്ന ദിവസം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. Praise the Lord, praise the Lord, praise the Lord. Hallelujah. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല പകൽ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. പകലിൻ്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ കാലുകളിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും നമ്മെ വിടുവിച്ച പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ കരങ്ങളെ തട്ടി ഹല്ലേലൂയ അധരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ശ്രുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും അവിടുത്തെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഇരുന്നവനും ഇരിക്കുന്നവനും ആദിനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ വന്ദനം ചൊല്ലുകയാണ്. സ്വദേശത്തും വിദേശത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും ആയിരിക്കുന്ന നമുക്കൊരുമിച്ച് ഇപ്രകാരം ഈ സോഷ്യൽ മീഡിയയിലൂടെ കോൺഫറൻസ് കോളിലൂടെ ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തെ ആമേൻ അത് ഒരുമിച്ച് പങ്കുവെക്കുവാൻ, ഭക്ഷിപ്പാൻ, ബലപ്പെടുവാൻ, കർത്താവിൻ ആമേൻ ശരണപ്പെടുവാൻ, ഇന്ന് രാത്രി കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ കൊത്തവണ്ണം നന്ദിയുള്ളവരായിപ്പാൻ നമ്മെ സഹായിക്കുന്ന ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പൂഴ്ചയും അർപ്പിച്ചുകൊണ്ട് ആമേൻ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. പകലിന്റെ മണിക്കൂറുകളിൽ എത്രയോ പ്രിയപ്പെട്ടവർ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ നടുവിലും ഹല്ലേലൂയ കോഴി തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും അവിടിവിടങ്ങളിലായി സൂക്ഷിച്ച, പരിപാലിച്ച, നടത്തിയ ദൈവത്തിന്റെ കരുതലിനായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ നടത്തിപ്പിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരിക്കൽ കൂടെ കരങ്ങളെ തട്ടി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ഹല്ലേലൂയ ആമേൻ ലഭിക്കുന്നില്ല എന്ന ചിന്തയോടുകൂടെ കഴിയുന്ന അനേകര് ആമേൻ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഇന്ന് രാത്രിയിലെ ചിന്ത, നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ലഭിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചു, എത്ര ഉപവസിച്ചു, എത്ര കണ്ണുനീരൊഴുക്കി, കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്തു, എന്നിട്ടും ആമേൻ ചില വിഷയങ്ങളുടെ മുമ്പിൽ ആമേൻ മറുപടി ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, നിരാശപ്പെടുന്നവരുണ്ട്, വ്യാകുലപ്പെടുന്നവരുണ്ട്, ആകുലപ്പെടുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്രകാരം ഭാരപ്പെടുന്ന, വേദനിക്കുന്ന, നിരാശപ്പെടുന്ന അനേകര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സദൃശ്യവാക്യം 3-ാം അധ്യായം 5-6 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സദൃശ്യവാക്യം Amen. Praise God. ദയവായി ഈ സമയത്ത് 9744703489 എന്ന നമ്പറിൽ ആരും വിളിക്കാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് നിങ്ങൾ ഫോൺ കോളിൽ വിളിക്കാതിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി നിലവിളിക്കുന്ന തൻ്റെ മക്കളുടെ നിലവിളിക്ക് വേണ്ടി ചെവി ചായിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ ജീവിക്കുന്നുവെന്ന് ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ മനുഷ്യനും വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിൻ്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച യേശു പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളാമെന്ന് പറഞ്ഞ ഒരുവൻ ഉലകത്തിൽ വന്നിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ ദൈവത്തെ അനുഗമിക്കുന്ന ദൈവജനത്തിന്റെ ഇടയിൽ ഉത്തരമില്ലാതെ കുഴഞ്ഞു മറിയുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ ദൈവസന്നിധിയിൽ ആമേൻ അതെ നേരോടെ നടത്തുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഉയരത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വചനമാണ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്വന്തം വിവേകത്തിൽ എന്ത് ചെയ്യരുത്? ഊന്നരുത്. അങ്ങനെ ഊന്നി ജീവിക്കുന്ന അനേകര് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലയളവിൽ പരാജയപ്പെടാതെ ശിഷ്ടായുസ് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചു നടത്തുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. നിങ്ങൾ പാതി ഹൃദയത്തോടെ ആകരുത് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്, പൂർണ്ണ ഹൃദയത്തോടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഈ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്? പ്രൈസ് ദി ലോർഡ്. പിന്നെ സ്വന്തം വിവേകത്തിൽ ഊന്നുകയും അരുത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, നിന്റെ എല്ലാ വഴികളിലും അവനെ എന്ത് ചെയ്യണം? നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ചായരുത്. ആമേൻ. നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ പാതകളെ നയിക്കും. അതാണ് അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ദൈവത്തെ നീ അംഗീകരിക്കുക എന്നും കൂടെ പറഞ്ഞാൽ ആമേൻ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് പറഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായി ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ വചനത്തെ ആര് അംഗീകരിക്കുന്നുവോ, ഈ വചനത്തിൽ ആര് ആശ്രയിക്കുന്നുവോ, ഈ വചനത്തെ ആര് അംഗീകരിക്കുന്നുവോ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അത് ദൈവരൂപവും ഭാവവും നൽകുന്ന ജീവിത വഴികൾക്ക്, പ്രൈസ് ദി ലോർഡ്, അതായത് ദൈവം ആമേൻ രൂപവും ഭാവവും നൽകുന്ന ജീവിത വഴികൾക്ക് 3 ഘടകങ്ങളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം പ്രാർത്ഥനയോടെ. സമ്പൂർണമായി സമർപ്പിക്കുക. അതേ ദൈവ പൈതലേ, ഇന്ന് രാത്രി സമ്പൂർണമായി നീ കേൾക്കുന്ന വചനത്തിന്റെ മുമ്പിൽ നീ സമർപ്പിക്കപ്പെടുമെങ്കിൽ ദൂത് കേട്ട മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആഴമേറിയ സമർപ്പണത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർവികർ കേട്ട ആ ദൈവിക വാഗ്ദത്തം അവളുടെ ജീവിതത്തിലൂടെ ലോകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന് കാലങ്ങൾക്കപ്പുറത്ത് ആദാമും ഹൗവയും പാപം ചെയ്തപ്പോൾ ഇടിമുഴക്കത്തിൽ ദൈവശബ്ദം അവരുടെ കാതുകളിൽ കേട്ടത് ഹല്ലേലൂയ അവര് മറന്നായിരിക്കാം. എന്നാൽ തലമുറ മറക്കാതിരിക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ച ദൈവം കാലത്തികവെങ്കിൽ കന്യകാമറിയത്തിലൂടെ ഭൂജാതനായ ക്രിസ്തുവിന് ഉദരത്തിൽ ഏറ്റുവാങ്ങുവാൻ ഒരു സമർപ്പണം ആവശ്യമായിരുന്നു. ഇന്ന് രാത്രി
വചനത്തിന്റെ മുമ്പിൽ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ, ആമേൻ, ഹല്ലേലൂയ, 6000 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരിക്കുന്ന ഭാഗ്യം ലഭിച്ച ഭക്തന്മാരിലൂടെ എഴുതിയ തിരുവചനങ്ങൾ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഈ ക്രമീകരണങ്ങൾ ഒരുക്കി തന്ന സർവകൃപാലുവായ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ്. ഇന്ന് രാത്രിയിലും ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. കേൾക്കുന്ന വചനത്തിൽ അവൻ നീ താണിരിക്കാമെങ്കിൽ, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ പറഞ്ഞത്, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് അവൻ ഉയർത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം രൂപവും ഭാവവും നൽകുന്ന ജീവിത വഴികൾക്ക് 3 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സമ്പൂർണമായി സമർപ്പിക്കുക എന്ന. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2, സ്വന്തം ജ്ഞാനം ഉപേക്ഷിക്കുക. എനിക്ക് എന്തൊക്കെയോ അറിയാം, ആമേൻ, എനിക്ക് എന്തൊക്കെയോ കഴിവുണ്ട്, ഹല്ലേലൂയ. ഇത് തന്നെ അല്ലേ, ആമേൻ, ദൈവം 12 വിധമാകുന്ന രത്നങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച ദൂതന്മാര് അഹങ്കരിച്ച്, ആമേൻ, ദൈവത്തെക്കാൾ മുകളിൽ കയറുമെന്നുള്ള ചിന്തയോടെ, ആമേൻ, അവർ അഹങ്കരിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ അധപ്പതനത്തിന് കാരണം എന്താ? ദൈവം അവർക്ക് സൗന്ദര്യം കൊടുക്കാഞ്ഞിട്ടാണോ? ദൈവം അവർക്ക് കഴിവ് കൊടുക്കാഞ്ഞിട്ടാണോ? ദൈവം അവർക്ക് പ്രാപ്തി കൊടുക്കാഞ്ഞിട്ടാണോ? അവർക്ക് ആരാധന അറിയാഞ്ഞിട്ടാണോ? ആമേൻ, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർത്ത് ആരാധിക്കുന്ന ദൂതന്മാര് ഹൃദയത്തിൽ അഹങ്കരിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവം യാതൊരു ദാക്ഷിണ്യവും കൂടാതെ വെട്ടി താഴോട്ടിട്ടു. അധപ്പതനത്തിന്റെ ഒന്നാമത്തെ കാരണം ഞാനെന്ന ഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കൃപയുണ്ടോ? അഭിഷേകമുണ്ടോ? ഹല്ലേലൂയ. വിദ്യാഭ്യാസമുണ്ടോ? പണമുണ്ടോ? കഴിവുണ്ടോ? നിറമുണ്ടോ? കുഞ്ഞേ, സഹോദര, സഹോദരി, അഭിഷക്ത, മാതാവേ, പിതാവേ, അഹങ്കരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അഹങ്കാരം നിന്റെ വീഴ്ചയ്ക്കും അധപ്പതനത്തിനും തകർച്ചയ്ക്കും കാരണമാണെന്ന് ഇന്ന് രാത്രി അറിഞ്ഞ്, ഹല്ലേലൂയ, ആമേൻ, സമ്പൂർണമായി കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ നീ സമർപ്പിക്കപ്പെടാമോ? ഹല്ലേലൂയ. സ്വന്തം ജ്ഞാനം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഹല്ലേലൂയ, ആമേൻ. വചനം എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ആമേൻ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. 3, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തെ അംഗീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ 3 ഘടകങ്ങൾ ആര്, ആമേൻ, പിൻപറ്റുന്നുവോ, ആര് പാലിക്കുന്നുവോ, ആര് ഏറ്റെടുക്കുന്നുവോ, ആര് വെറുത്താലും, ആരകറ്റിയാലും, ആര് തകർക്കാൻ നോക്കിയാലും, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവവൈതലേ, പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ, സിംഹത്തിനോ കരടിക്കോ വിട്ടുകൊടുക്കാതെ, നദിക്കോ അഗ്നിക്കോ വിട്ടുകൊടുക്കാതെ, ആമേൻ, ദൈവം നിന്നെ മാനിപ്പാൻ, ദൈവം നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. 1, ആമേൻ, പൂർണ്ണമായി സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായി സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ നാവ് സമർപ്പിക്കണം, നിന്റെ കണ്ണ് സമർപ്പിക്കണം, നിന്റെ കൈ സമർപ്പിക്കണം, നിന്റെ ചിന്ത മണ്ഡലത്തെ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വയറിനെ സമർപ്പിക്കണം. ഹല്ലേലൂയ. നിന്റെ കാലിനെ സമർപ്പിക്കണം. ഹല്ലേലൂയ. ആകെ മൊത്തം ടോട്ടൽ. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ഒരു പുതിയ സൃഷ്ടിയാണെങ്കിൽ പഴയ മനുഷ്യനെ കുഴിച്ചിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജഡത്തിന്റെ സകല അഭിലാഷങ്ങളെ നീ ഒഴിവാക്കണം. ആമേൻ. പഴയ നിയമ ഭക്തനായ യാക്കോബ്, പ്രൈസ് ദി ലോർഡ്, ഒരു രാത്രിയിൽ, ആമേൻ, യാബോക്ക് നദിയുടെ അക്കരെ, ആമേൻ, 2 വെപ്പാട്ടിമാര്, 2 ഭാര്യമാര്, 11 മക്കള്, ആമേൻ, ജഡപ്രകാരമുള്ള 15 പേരെയും, ആമേൻ, യാബോക്ക് നദിയുടെ അക്കരെ കടത്തി. ആമേൻ. തനിക്കുണ്ടായിരുന്ന ആട്, മാട്, ആമേൻ, എടുത്തു പറയുവാനുള്ള സകലതിനെയും അക്കരെ വെച്ചു. എന്നിട്ട് ഒറ്റയ്ക്ക് ദൈവവുമായി, ദൈവദൂതനുമായി ഒരു രാത്രി സമയം ചെലവഴിച്ചു. ഹല്ലേലൂയ. എന്താ, ഇവരെയൊക്കെ കൂടെ ഇരുത്തിയാലുള്ള കുഴപ്പം? ഒരു പക്ഷേ, ആമേൻ, ഭാര്യമാരിൽ ആരെങ്കിലും ഒരാള്, അല്ലെങ്കിൽ വെപ്പാട്ടിമാരിൽ ആരെങ്കിലും ഒരാള്, അല്ലെങ്കിൽ ഈ 11 മക്കളിൽ ആരെങ്കിലും ഒരാള്, ആമേൻ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, ആമേൻ, ഡിസ്റ്റർബ് ആയാൽ ആ ഏകാഗ്രത നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവവുമായിട്ടുള്ള ബന്ധം, ആമേൻ, എന്ത് ചെയ്യും? വിഘ്നം സംഭവിക്കും. അതുകൊണ്ട്, ആമേൻ, ഗലാത്യ ലേഖന
ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന ആമേൻ അത് പൗലോസ്ലീഹ ഗലാത്യയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതിയപ്പോൾ ജഡപ്രകാരമുള്ള 15 കൂട്ടം കാര്യങ്ങളെയും നീ ആമേൻ ഉരിഞ്ഞു കളയുന്നില്ലെങ്കിൽ, അതിലേതെങ്കിലും ഒന്ന് ആമേൻ നിന്നിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവിക അനുഗ്രഹം നീ പ്രാപിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. ജഡപ്രകാരമുള്ള 15 കൂട്ടം കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ശാഠ്യം, ദ്വന്ദ്വപക്ഷം, വിഗ്രഹാരാധന, ഹല്ലേലൂയ, ആഭിചാരം, ഹല്ലേലൂയ, ആമേൻ. അതെ, അവിടെ പറയുന്ന ആമേൻ ഈ ആഭിചാരമുണ്ടല്ലോ, വിഗ്രഹാരാധനയുണ്ടല്ലോ, അതൊക്കെ വിട്ടിട്ട് അബ്രഹാമിനെ പോലെ ഇറങ്ങിയതാണെന്ന് പറയുന്നവർ മനസ്സിലാക്കണം. ശമൂവേലിന്റെ പുസ്തകം ആമേൻ 15-ാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്സരം ആഭിചാര ദോഷം പോലെയും ആമേൻ ശാഠ്യം മിഥ്യാപൂജ പോലെയുമാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് ശാഠ്യമുണ്ടോ? ഹല്ലേലൂയ. അപ്പം പറഞ്ഞാൽ കേൾക്കത്തില്ല, അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല, ആമേൻ കൂടപ്പറപ്പ് പറഞ്ഞാൽ കേൾക്കത്തില്ല, ആമേൻ ശാഠ്യം. ദൈവം എന്നോട് പറഞ്ഞെന്നും പറഞ്ഞ് ശാഠ്യം കാണിക്കുന്നവരുണ്ട്. ദൈവം പറഞ്ഞാൽ നീ ചെയ്തോണം, പക്ഷേ ദൈവം പറയാതെ നീ ദൈവം പറഞ്ഞെന്നും പറഞ്ഞ് മുമ്പോട്ട് പോയാൽ അത് സ്വന്തം ബുദ്ധിയിൽ നീ ആശ്രയിക്കുന്നതിന് തുല്യമാ. പ്രൈസ് ദി ലോർഡ്. സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കുന്നതിന് തുല്യമാ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞ ാണ് നീ ചെയ്യുന്നതെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും, ഫലമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഫലമില്ലാതെ നീ നിന്റെ ഇഷ്ടത്തിന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ നീ തകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. ദൈവ രൂപവും ഭാവവും നൽകുന്ന ജീവിത വഴികൾക്ക് 3 ഘടകങ്ങളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവമാണ് നിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ, ദൈവമാണ് നിന്നെ മാനിക്കുന്നതെങ്കിൽ, ദൈവമാണ് നിന്നെ ഉയർത്തുന്നതെങ്കിൽ, 1 സമ്പൂർണമായി സമർപ്പിക്കണം. 2 സ്വന്തം ജ്ഞാനം ഉപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വിധത്തിലുള്ള വഴികളെ ഹല്ലേലൂയ ഇരുട്ടിന്റെ വഴികളുമായി തുലനം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് ആമേൻ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നവരെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സദൃശവാക്യം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും. ആമേൻ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങൾ കൃത്യവും വ്യക്തമായി വെളിപ്പെടുത്തി നൽകിയിട്ടും അത് വായിച്ചിട്ടും അത് ഗ്രഹിക്കാതെ സ്വന്തം ബുദ്ധിക്കും സ്വന്തം യുക്തിക്കും ആമേൻ ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ സമയം ചെലവഴിച്ചിട്ട് ആമേൻ നിലവിളിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് പലരും ആമേൻ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ ഒതുക്കുന്നവരുടെ നടുവിൽ ആമേൻ വിടുവിക്കുന്നവനായ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവവൈദ്യ നീ സ്വന്തം ബുദ്ധിയിൽ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഹല്ലേലൂയ. ആമേൻ. അതെ, ആ വഴികൾ തടങ്കൽ പാറകൾ നിറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. ഏതു വഴി? ഇരുട്ടുള്ള വഴികളിൽ ഹല്ലേലൂയ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുന്ന ആമേൻ ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ആമേൻ തടങ്കൽ പാറകളായി മാറും. പ്രൈസ് ദി ലോർഡ്. പശുവൊട്ട് ആമേൻ പട്ടിയൊട്ട് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ടൊട്ട് തീറ്റിക്കത്തുമില്ല. ഇതുപോലെയാണ് ചിലര്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ വളഞ്ഞ വഴിയിലൂടെ പോകുന്നവരെ പുറകെ പോയി ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. വളഞ്ഞ വഴിയിലൂടെ പോകുന്നവനെ നേരായ വഴി പഠിപ്പിക്കുന്നവനാ കർത്താവിന്റെ മാർഗം. പ്രൈസ് ദി ലോർഡ്. ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവതേജസ് നഷ്ടപ്പെട്ടെന്ന് ബോധ്യം വന്ന് ലജ്ജാവതിയായി മാറിയപ്പോ അവര് സ്വന്തം ബുദ്ധി സ്വന്തം വിവേകത്തിൽ ആമേൻ അതെ എല ആമേൻ അതെ പറിച്ച് അവരുടെ നാണം മറിക്കാൻ നോക്കണേ. സ്വന്തം ജ്ഞാനം, സ്വന്തം വിവേകം, സ്വന്തം ബുദ്ധി. ഹല്ലേലൂയ. എന്നാൽ സ്വർഗം തന്റെ മക്കളെ കാണാൻ ഇറങ്ങി വന്നപ്പോ അവരുടെ ബുദ്ധി കൊണ്ട് അവർ ഉണ്ടാക്കിയ ആ ഇല വാടിപ്പോയിട്ട് അവരുടെ നഗ്നതയെല്ലാം അതെ വെളി കാണുന്നത് കൊണ്ട് അയ്യേ ഇച്ചീച്ചി ആമേൻ പിതാവ് എന്ത് ചെയ്തെന്ന് അറിയാമോ? ആട്ടിനെ കൊന്ന് രോമം കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി കൊടുത്തെന്ന്. ഇതാ മനുഷ്യന്റെ ബുദ്ധിയും ദൈവത്തിന്റെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്. അതെ, നിന്റെ ബുദ്ധി കൊണ്ട് നീ ആമേൻ മുമ്പോട്ട് പോകാൻ നോക്കിയ അധികം നാൾ മുമ്പോട്ട് പോകാനൊക്കത്തില്ല. ആമേൻ, നീ തകരും കേട്ടോ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ അതെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തർജ്ജനം ചെയ്യാതെ അതിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നവരെ ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. വചനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് രാത്രി നിന്നെ ഉയർത്തുവാൻ
കഴിയുന്ന ഉലകത്തിൽ ഒരേ ഒരു വചനമേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നീ നടന്ന് ക്ഷീണിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ചിലർ പറയും, ഓ ഞാൻ ശുശ്രൂഷിച്ച് കടമായി. ആമേൻ. ഞാൻ കൺവെൻഷൻ നടത്തി കടമായി. ആമേൻ. ഞാൻ മീറ്റിംഗ് നടത്തി ഒന്നുമില്ലാതായി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അങ്ങനെ ഒരു ചരിത്രം വേദപുസ്തകത്തിനകത്ത് എവിടെയും കാണുന്നില്ല. ഈ സത്യ വേദപുസ്തകം എടുത്തവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ചിലര് പറയും, ദൈവം എന്നെ വിളിച്ചു, ദൈവത്തിന്റെ കൃപ എനിക്കുണ്ട്, ഞാനിത് എടുത്ത് ഇറങ്ങിയപ്പോ എനിക്കെതിരെ മന്ത്രവും ആഭിചാരം ചെയ്യുന്നവർ നിമിത്തം ഞാൻ എന്ത് ചെയ്തു? ഒതുങ്ങിപ്പോയി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേൻ. അതെ, ദർശനമുള്ള യോസേഫ് ദർശനം വീട്ടിൽ പറഞ്ഞപ്പോ ആമേൻ നാട്ടിൽ നല്ല അവനെതിരെ പ്രശ്നം വന്നത് അകത്തുനിന്ന് തന്നെയാ. പക്ഷേ ആ പ്രശ്നത്തിനകത്ത് അവൻ തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. സഹോദരങ്ങൾ അവന്റെ നാശം കാണാൻ പൊട്ടക്കിണറ്റിലിട്ടപ്പോ പൊട്ടക്കിണറ്റിൽ കിടന്ന് അവന്റെ നാശം കാണാൻ നോക്കിയവർക്കെതിരെ ശബ്ദമുയർത്താതെ പൊട്ടക്കിണറ്റിലും ദൈവം അവനോട് കൂടെ ഇരിക്കേണ്ടതിന് സ്വന്തം ബുദ്ധിയിൽ ഊന്നാതെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ അവൻ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് അവൻ പൊട്ടക്കിണറ്റിൽ നിന്ന് സ്വർഗം അവനെ ഉയർത്തിയെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ പൊട്ടക്കിണറ്റിൽ വീണത് സ്വന്തം സഹോദരങ്ങൾ നിമിത്തമാണെങ്കിൽ നിന്റെ നാവ് സഹോദരങ്ങൾക്കെതിരെ പൊന്തിപ്പോകരുത്. ആമേൻ. ഇന്ന് രാത്രി നിന്റെ നാവിനെ നീ സമർപ്പിച്ചോണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചിന്താ മണ്ഡലത്തെ നീ സമർപ്പിച്ചോണം. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ കടന്ന് ആമേൻ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തിട്ട സഹോദരന്മാർക്കെതിരെ ആമേൻ പിറുപിറുക്കുന്ന യോസേഫിനെ അല്ല, സ്വർഗത്തിലെ ദൈവം കാണിച്ച ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചതാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ നിന്ന് അടുത്ത പ്രൊമോഷൻ കിട്ടിയത് കാരാഗ്രഹത്തിലേക്കാ. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയത് ആമേൻ ആമേൻ ഹല്ലേലൂയ. പോത്തിഫേറിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ ആമേൻ അവനെ ആമേൻ ചതിച്ച് ആമേൻ അതെ ജയിലിനകത്ത് ഇടത്തക്ക വിധത്തിലുള്ള ആമേൻ അതെ പെരുമാറ്റമാണ് ഉണ്ടായത്. ഈ മഹാപാപം ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു ഓടിയ യോസേഫിനെ പോലെ ഇന്ന് രാത്രി അഭിഷക്തനെ, കൃപ പ്രാപിച്ച ദൈവവൈതലെ, നിന്റെ ദർശനത്തിനും നിന്റെ കാഴ്ചപ്പാടിനും നിന്റെ ശുശ്രൂഷയ്ക്കുമെതിരെ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രാണത്യാഗത്തോളം അതിനോട് എതിർത്ത് നിൽക്കുവാൻ നീ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് വ്യക്തികളോടല്ല, അതെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ആമേൻ. ഇന്ന് പലരും പോരാടുന്നത് ആരോടാ? ജഡരക്തങ്ങളോടാ. എന്നാൽ വചനം പറയുന്നു അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോടാ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആമേൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുക, പൂർണ്ണ ഹൃദയത്തോട് ആശ്രയിക്കുക. ഹല്ലേലൂയ. അത് പാതി വഴിയിൽ ആശ്രയിക്കുക, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ യോസേഫ് ആമേൻ ദൈവത്താൽ മാനിക്കപ്പെട്ടു. ഹല്ലേലൂയ. തന്നെ തള്ളിയിട്ടവര് ആമേൻ അതെ ആധാരത്തിന് വേണ്ടി ചെന്നപ്പം, എടാ നീയൊക്കെ അല്ലടാ എന്നെ തള്ളിയിട്ടതെന്ന് പറഞ്ഞ് ആമേൻ പ്രസംഗം നടത്തുകയല്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവിടെ ആമേൻ അവർക്ക് വേണ്ടുന്നത് ആമേൻ കരുതി അതെ അവർക്ക് കൊടുക്കുകയായിരുന്നു. ഇന്ന് രാത്രി ക്രിസ്തുവേശുവിലുള്ള പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുക, ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യോസേഫിന്റെ സഹോദരങ്ങൾ ഒറ്റ അമ്മയുടെ അപ്പന്റെ മക്കളായിരുന്നെങ്കിലും ആമേൻ യോസേഫിന്റെ സ്വഭാവമായിരുന്നില്ല അവർക്ക് കേട്ടോ. വീട്ടിൽ 8, 9, 10 ആയിരുന്നു പണ്ട്. ഇന്ന് 1, 2, 3 കൊണ്ടൊക്കെ തീരുകയാ. ആമേൻ. 1 മതി എന്ന് പറയുന്നവരും ഉണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, എത്ര പേരുണ്ടായാലും ആമേൻ അതെ ഇസ്രായേലിലെ മന്ത്രവാദികൾ ഇട്ട വടി ആമേൻ അതെ സർപ്പമായെന്ന്, പക്ഷെ മോശയുടെ വടി അതിനെ വിഴുങ്ങിയെന്ന്, മോശയുടെ വടി തിരിച്ചെടുത്തപ്പോൾ എന്ത് ചെയ്തു? ആമേൻ അത് വടിയായി മാറിയെന്ന്. കൃപ നിന്റെ മേലുണ്ടെങ്കിൽ നിനക്കെതിരെ എത്ര മന്ത്രവാദികൾ ഉണ്ടായാലും എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായാലും ആമേൻ അതൊന്നും നിന്നെ ഒതുക്കത്തില്ല. സ്വത്രം. ആമേൻ അതെ യോസേഫിനെതിരെ എന്തെല്ലാം നിരത്തി. യോസേഫിന്റെ ദർശനം നഷ്ടപ്പെട്ടില്ല, യോസേഫിന്റെ കാഴ്ചപ്പാട് മങ്ങിയില്ല. അതുകൊണ്ട് ദൈവം അവനോട്
അവനോട് കൂടെ ഇരുന്നു. സഹോദരങ്ങളെ, ആമേൻ, പറയുവാൻ ഒരുപാടുണ്ട്. ആമേൻ, അവനും ഇവനും കാരണം എൻ്റെ ദർശനം പോയി എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ ദർശനം പോയത്. വചനം അങ്ങനെയാ പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് ഞാൻ സ്വന്തം വിവേകത്തിൽ ഊന്നാൻ വേണ്ടി ശ്രമിച്ചോ, അന്ന് എന്നിലുള്ള കൃപയൊക്കെ ചോരാൻ തുടങ്ങി. എന്ന് ഞാൻ പാതി ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയോ, അന്ന് എന്നിലുണ്ടായിരുന്ന അഭിഷേകം ചോർന്നു. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് എന്ത് ചെയ്യില്ല? ഇടുക്കം വരികയില്ല. ആമേൻ. ലോകത്തിന്റെ അറ്റത്തോളം പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, നീ ഈ നാമം ധരിച്ച് മുമ്പോട്ട് പോകുമ്പോ നിന്റെ കാൽ ഇടറിപ്പോകുവാൻ, വഴുതിപ്പോകുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ കുടുക്കുവാൻ കെണിവെക്കുന്നവരുണ്ടാകാം, ഹാമാനെ പോലെ കഴുമരം ഉണ്ടാക്കുന്നവരുണ്ടാകാം. എന്നാൽ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, നിന്നോട് ചേർന്ന് സമയങ്ങളിൽ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആമേൻ, അതെ, ആമേൻ, മൊർദെഖായിയോട് എസ്തേറിനെ ചേർത്ത് നിർത്തിയതുപോലെ, അതെ, പ്രാർത്ഥന പടയാളികളെ ചേർത്ത് നിർത്തി നിനക്ക് ദൈവം തന്ന ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവത്തിന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. യോസേഫ് പൊട്ടക്കിണറ്റിൽ വീണ് അവിടെ തീർന്നു പോയില്ല. ആമേൻ. കാരാഗ്രഹത്തിൽ എന്ത് ചെയ്തില്ല? തീർന്നു പോയില്ല. ഓ, അവന് ദൈവം കൊടുത്ത ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം അവനെ എത്തിച്ചെന്ന്. ഹല്ലേലൂയ. ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. ഹല്ലേലൂയ. പ്രബോധനം മുറുകെ പിടിക്കുക. ആമേൻ. നിന്റെ കാലടിക്ക് ഇടുക്കം വരാതിരിക്കണമെങ്കിൽ, നീ ഓടുമ്പോൾ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ, നീ കേൾക്കുന്ന പ്രബോധനമുണ്ടല്ലോ, മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു കാര്യം, ആമേൻ, എനിക്ക് പ്രസംഗിക്കാൻ മാത്രമേ കൃപയുള്ളൂ. ആമേൻ, ഞാൻ പ്രസംഗിക്കും. പക്ഷേ മറ്റൊരാള്, ആമേൻ, എന്നോട് പ്രബോധിപ്പിക്കുകയോ എന്നെ ഉപദേശിക്കുകയോ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തുമില്ല, അംഗീകരിക്കത്തുമില്ല. അങ്ങനെയുള്ളവരായിരുന്നു, ആമേൻ, യേശുവിന്റെ കാലത്ത് ഈ ഭൂമിയിലുള്ള, ആമേൻ, പ്രമാണമറിയാവുന്ന പുരോഹിതന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാര്. ആമേൻ. സത്യൂക്കരുണ്ടായിരുന്നു. ആമേൻ. ക്രമം കെട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് നോക്കി സർവശക്തനായ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ ക്രിസ്തു പറഞ്ഞു, കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ അവന്റെ മക്കള്. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ഹല്ലേലൂയ. നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് എന്ത് ചെയ്യില്ല? ഇടുക്കം വരികയില്ല. ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്നെ കേൾപ്പിക്കുന്ന പ്രബോധനത്തെ നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ നീ പോകുന്നിടത്ത് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പാർക്കുന്നിടത്ത് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. മന്ത്രവാദികളുണ്ടാകാം, കൂടോത്രക്കാരുണ്ടാകാം, ആഭിചാരക്കാരുണ്ടാകാം. ആമേൻ. അവര് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് നിന്നോട് ചേർന്ന് വരത്തില്ല. ഇതൊക്കെ യേശു തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് മുന്നമേ പറഞ്ഞു കൊടുത്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതെ, പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക. അത് നിന്റെ ജീവനല്ലോ. പ്രൈസ് ദി ലോർഡ്. നീ കഴിക്കുന്ന ആഹാരത്തെക്കാൾ വലുത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നീ കേൾക്കുന്ന വചനമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനെ മുറുകെ പിടിക്കുക. ആമേൻ. വിട്ടുകളയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ കാത്തുകൊള്ളുക. അത് നിന്റെ ജീവനല്ലോ. ഹല്ലേലൂയ. ആമേൻ. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ എന്ത് ചെയ്യും? ചൊവ്വാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം ദുഷ്ടത നിറഞ്ഞതാ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ എന്ത് ചെയ്യും? ചൊവ്വാക്കും. നിന്നിൽ നിഷ്കളങ്കത ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവൻ നിഷ്കളങ്കനായി, ആമേൻ, നിർമ്മലനായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു നിഷ്കളങ്കനായി നീ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ നിന്റെ വഴിയെ സ്വർഗം ചൊവ്വയാക്കും. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണു പോകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദുഷ്ടത്തര നീ വിടാത്തെടുത്തോളം കാലം, നിന്റെ ആമേൻ ക്രമക്കേടിനെ നീ തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിന്റെ മുമ്പിൽ നിന്നെ വിധേയപ്പെടുത്താത്തിടത്തോളം കാലം നീ എത്ര സ്വത്രം പറഞ്ഞാലും, നീ എത്ര ഉപവസിച്ചാലും, നീ എത്ര ആരാധിച്ചാലും, നീ എത്ര പ്രവചിച്ചാലും, വചനം പറയുന്നു ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. പ്രൈസ് ദി ലോർഡ്. പലരും വീണുകൊണ്ടിരിക്കുകയാ. കാരണം എന്താണെന്നറിയാമോ? മുങ്ങിപ്പൊങ്ങിയിട്ടും
ദുഷ്ടത്തരം കളയാൻ മനസ്സില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അതെ, ആമേൻ. ഒന്നാമത്തെ കുടുംബത്തിലുണ്ടായ ആമേൻ ഹാബേലിന്റെ സ്വന്തം സഹോദരൻ ആമേൻ കായീൻ ദുഷ്ടനായതുകൊണ്ട് ആമേൻ സഹോദരനെ കൊന്നുകളയാൻ മടിയില്ലാതെ കണ്ട് എന്ത് ചെയ്തത്? തന്ത്രപൂർവം വയലിലേക്ക് കൊണ്ടുപോയിട്ട് സൂത്രത്തിൽ കൊന്നുകളഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും ഉണ്ടെന്ന് ഒരേ കുടുംബത്തിൽ സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കുന്നവരും ആമേൻ ആരാധിക്കാത്തവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നിഷ്കളങ്കനാണെങ്കിൽ ആമേൻ നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ നിരപരാധിത്വം നീ നീതിമാനാണെന്ന് തെളിയിക്കാനൊന്നും എഴുതി പിടിപ്പിക്കേണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലരുണ്ട് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പിന്നെ ഇന്റർനെറ്റിലൂടെ ഒക്കെ നിരപരാധിത്വം തെളിയിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ ഡ്യൂട്ടി ഞാനും നിങ്ങൾ ഏറ്റെടുക്കണ്ട. ഹല്ലേലൂയ. ആമേൻ. അതെ, പിതാവ് പോലും തന്റെ പുത്രനെയാണ് ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സമയം വരുമ്പോൾ കൃത്യമായിട്ട് ദൈവം ചെയ്തോളും. പ്രൈസ് ദി ലോർഡ്. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും. നിന്നിൽ നിഷ്കളങ്കതയുണ്ടോ? ആമേൻ. ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ അവൻ ആരാധിക്കുന്നവനാ, അവൻ ആദ്യ ദോഷം വിട്ടകലുന്നവനാ, അവനെ കുറിച്ച് ദൈവം പറയുന്നവൻ അവൻ നിഷ്കളങ്കനാണെന്ന്. ഹല്ലേലൂയ. ആമേൻ. ആ നിഷ്കളങ്കനെതിരെ ദുഷ്ടപിശാച് വാദിച്ച് അവന്റെ ശരീരവും അവന്റെ മക്കളെയും അവന്റെ നന്മയും എല്ലാം അപകരിച്ചിട്ടു. ആമേൻ. കൂടെ നിൽക്കേണ്ട ഭാര്യ പോലും തള്ളിപ്പറയാൻ പറഞ്ഞിട്ടു ഈ ദൈവത്തെ മുറുകെ പിടിച്ച് അതുകൊണ്ട് അവന്റെ വഴിയെ ദൈവം ചൊവ്വാക്കി കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണു പോകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വീണ് കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ വചനത്തിന്റെ മുമ്പിൽ സമ്പൂർണമായി ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. 3 മേഖലകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, സമ്പൂർണമായി സമർപ്പിക്കുക. ആമേൻ. സ്വന്തം ജ്ഞാനം ഉപേക്ഷിക്കുക. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തെ അംഗീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അത് ഭോഷത്വം നിറഞ്ഞതാ ആമേൻ ഈ ലോകത്തിലെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്ത് ഭോഷത്വം ചെയ്തിട്ടും ആമേൻ അതിന് സന്തോഷിക്കുന്ന ആമേൻ ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിവേകിയോ ചൊവ്വായി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തിന് അവൻ സമാനമാ. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് അറിയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോളജ് ഉണ്ട്. ആമേൻ. കഴിവുണ്ട്. പക്ഷെ ഇതൊന്നും പ്രയോജനപ്പെടുന്ന രീതിയിൽ ആമേൻ ഉപയോഗിക്കുവാൻ കഴിയാതെ മൃഗത്തെ പോലെ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ ഇരുകാലി ആമേൻ മനുഷ്യൻ മൃഗമായി മാറിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷവും വിവേകിയോ ചൊവ്വായി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വിവേകമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ നീ നേരെ ചൊവ്വ എന്ത് ചെയ്യണം? നടക്കണം. നേരെ ചൊവ്വ ജീവിക്കണം എന്ന് പറഞ്ഞാൽ തിന്നുന്ന പാത്രം പോലും കഴുകി വൃത്തിയാക്കാനുള്ള ബോധമില്ലെങ്കിൽ മൃഗമല്ലാതെ പിന്നെ എന്തുവാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നായി ഛർദ്ദിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ദൈവസഭയുടെ ലേബലുണ്ട്, ഒക്കെ ശരിയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ജീവിതത്തിൽ യാതൊരു മൂല്യവും ഇല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദാവീദ് പറയുക, യഹോവ എന്റെ വെളിച്ചമാ, എന്റെ രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രൈസ് ദി ലോർഡ്. ഈ വചനമൊക്കെ എടുത്ത് 1.5 മണിക്കൂറൊക്കെ പ്രസംഗിക്കും. പക്ഷേ ആമേൻ കടക്കാര് പിടിച്ചോണ്ട് പോകുന്നുള്ള പേടി കാരണം ആമേൻ തലയില് ആമേൻ സഹോദരിമാര് പ്രാർത്ഥിക്കാൻ തുണിയിട്ടിട്ട് നടക്കുന്നത് പോലെയാ. ആമേൻ. അതെ, കൊടുക്കാനുള്ളവർ വിളിച്ചാൽ എന്തോ ചെയ്യും. ആമേൻ. അത് പണ്ട് ഞാൻ കൊടുക്കാന്നൊന്നും പറഞ്ഞതൊന്നും അല്ല. അത് പിന്നെ അങ്ങ് സോറി ദൈവമക്കളെ. ആമേൻ. അതെ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും എന്ത് ചെയ്യത്തില്ല. യഹോവ എന്റെ വെളിച്ചമാ. ഹല്ലേലൂയ. വെളിച്ചമായവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ സകലതും വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ രക്ഷ യഹോവയാണെന്ന് ഓർത്തോട്. ഹല്ലേലൂയ. ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലമാ, ഞാൻ ആരെ പേടിക്കും? ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞു ഗ്ലോറി പ്രൈസ് ലോർഡൊക്കെ പറയും. പക്ഷെ കാര്യം വരുമ്പോ അട്ട ചുരുളുന്ന പോലെ ചുരുണ്ടകത്ത് കയറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം എല്ലാവരും അപ്രകാരം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നേരായ പാത സ്ഥിരതയുള്ളതും അത് നീതിനിഷ്ഠവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ശരിയായ ദിശയിലേക്ക്, ലക്ഷ്യത്തിലേക്ക്, ദൈവത്തിങ്കലേക്ക് നടത്തുന്ന വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലൈവിലൂടെ ആകട്ടെ, സൂമിലൂടെ ആകട്ടെ, ഗൂഗിൾ മീറ്റിലൂടെ ആകട്ടെ, ആമേൻ, എവിടെ ഏത് രീതിയിൽ ശുശ്രൂഷിക്കാൻ ദൈവം അവസരം ഒരുക്കിയാലും, എവിടെ പ്രസംഗിക്കാൻ
അവസരം ഒരുക്കിയാൽ കർത്താവിന്റെ നാമത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ചിലരെ സഹായിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കും. ആമേൻ. സാരഫാത്തിലെ വിധവ ആമേൻ ഏലിയാവിനെ സഹായിക്കാൻ വേണ്ടി ദൈവം അവസരം കൊടുത്തപ്പോൾ മാന്യമായ രീതിയിൽ അവൾ മടിയുള്ളവളായിരുന്നെങ്കിലും അവൾ ചെയ്യാൻ തയ്യാറായപ്പോൾ ഐശ്വര്യമായി ദൈവം അവളെ അങ്ങ് അനുഗ്രഹിച്ചു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ആമേൻ ദൈവത്തിങ്കിലേക്ക് ആമേൻ നടക്കുന്ന വഴിയാണ് ഇതൊക്കെ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവമകൻ എന്ന നിലയിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന് ആമേൻ സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ സഹായിക്കുവാൻ അവൻ എന്നും നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, ഉപവസിക്കുന്നവരാണോ, ആരാധിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, അങ്ങനെയുള്ളവരുടെ കൂടെ ഇരിക്കേണ്ടതിന് ആ പരിശുദ്ധാത്മാവിനെ തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ശിഷ്യന്മാർ ആകുല ചിത്തരാകാതിരിക്കാനുള്ള മറ്റൊരു കാരണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനയും അവരോട് കൂടെ ഇരിക്കുന്നതിന് അയക്കപ്പെടുവാൻ ഇരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവുമാണ് തന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, റോമാലേഖനം 8:34 ആമേൻ ദൈവസഭയിൽ കൂടിയിരിക്കുന്ന ദൈവജനത്തോടായി ആത്മാവിൽ നിയോഗം പ്രാപിച്ച അഭിഷേക്തൻ പ്രബോധിപ്പിച്ചത് ഇങ്ങനെയാ, ശിക്ഷ വിധിക്കുന്നവനാ. ഹല്ലേലൂയ. ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാശി നോക്കരുതെന്ന് പറയും, പക്ഷേ രാശി നോക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് രാശി നോക്കുന്നവര് ആമേൻ ചെയ്യുന്നത് പോലെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേക ആമേൻ ദൈവമക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ ആമേൻ പത്രോച്ചാന്റെ മുഖത്തേക്ക് നോക്കി യേശു പറഞ്ഞപ്പം, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയത്തില്ലെന്ന് യേശുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ പത്രോസിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു കർത്താവിനെ ക്രൂശീകരണത്തിന് വേണ്ടി പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആമേൻ ഇവനും ആമേൻ അത് അവന്റെ കൂടെയുള്ളതാണെന്ന് ഒരു ബാല്യക്കാരി പെൺകൊച്ചു പറഞ്ഞപ്പോ ആമേൻ അയ്യേ ഞാൻ ആ കൂട്ടത്തിലല്ലെന്ന് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞത് വള്ളി പുള്ളി അത് തെറ്റാതെ കണ്ട് ആമേൻ സംഭവിച്ചു. ആമേൻ തിരിഞ്ഞു നോക്കിയപ്പോ ആമേൻ അരുമനാഥൻ നിൽക്കുകയാ. അവൻ അനുഗമിച്ചു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗമിച്ച പത്രോസിനെ ആമേൻ അതെ പുറകെ പോയി കുഞ്ഞേന്ന് വിളിച്ച് ആ പടകും വലയെടുത്തു പോയി. ഒന്നും കിട്ടാതെ ആമേൻ നിരാശപ്പെട്ടിരുന്ന് അടുത്ത ദിവസം ആമേൻ പടക് വലയുമായി പോകാൻ വേണ്ടി കഴുകാൻ വേണ്ടി തയ്യാറായി ഇരിക്കുന്നവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ആഴത്തിലേക്ക് ഇറക്ക്, വല വീശ്. ഓ, തമ്പുരാന്റെ ആ സ്നേഹം, തമ്പുരാന്റെ ആ ക്ഷമ. ഹല്ലേലൂയ. നോക്കണേ, കുരുത്തം കെട്ടവനെ ആമേൻ എന്നെ തള്ളിപ്പറയൂന്ന് പറഞ്ഞപ്പോ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞ കുരുത്തം കെട്ടവനെ ഒന്നും അല്ല വിളിച്ച്, കുഞ്ഞുങ്ങളെന്നാ വിളിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ ആമേൻ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ആമേൻ കർത്താവിന് പകരം ശുശ്രൂഷിക്കാനായിരിക്കുന്ന അഭിഷക്തന്മാർ ഏതൊക്കെ നിലയിൽ എന്തൊക്കെ ചെയ്തേനെ. എന്നാൽ കർത്താവ് എന്താ ചെയ്തേ? അവൻ്റെ നിഴല് തട്ടുമ്പോൾ രോഗി സൗഖ്യമാകത്തക്ക വിധത്തിൽ അവനെ അഭിഷേകം ചെയ്തു. എന്താ കാരണം എന്നറിയാമോ? അവൻ അനുദപിച്ചു. ആമേൻ 120 പേരുടെ കൂടത്തിൽ അങ്ങ് ഇരുന്നു. ആമേൻ സമർപ്പിച്ചെന്ന്. ഇന്ന് രാത്രി നീ ഒന്ന് സമർപ്പിക്കുക. ക്രമക്കേടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുക. ഒന്ന് സമ്മതിച്ചിട്ട് നീ വചനത്തിന് മുമ്പാകെ നിന്നെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് സ്വന്തം വിവേകത്തിൽ ഊന്നാതെ അവിടുത്തെ ആത്മാവിനെ നിന്റെ ഈ ശരീരത്തിലേക്കൊന്ന് പകരാൻ വേണ്ടി നീ ആ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം വിവേകത്തിൽ ഊന്നിപ്പോയ മറിയല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവള് സ്വന്തം ബുദ്ധിയൊക്കെ പറഞ്ഞു നോക്കി കേട്ടോ. അതൊന്നും തമ്പുരാന്റെ മുമ്പിൽ വില പോകത്തില്ല. ഇന്ന് രാത്രി നീ പഠിച്ചതും ആമേ നീ കേട്ടതും ആമേ നീ ഗുണിച്ചതും ഹരിച്ചതും ഒക്കെ മാറ്റി വെച്ച് കീറിക്കളഞ്ഞിട്ട് തമ്പുരാന്റെ പാദപീഠത്തിൽ ഒന്ന് വീഴാമോ? തമ്പുരാന്റെ പാദപീഠത്തിൽ ഒന്ന് സമർപ്പിക്കാമോ? ഉയരത്തിലെ ആത്മാവിനെ നിന്റെ മേൽ പകർന്ന് ആമേൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ മോക്ഷത്തമായത് തിരഞ്ഞെടുത്ത ദൈവം, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായത് തിരഞ്ഞെടുത്ത ദൈവം ഇന്ന് രാത്രി നിന്നെ ഉപയോഗിക്കുവാൻ ശക്തനാണ്. ആമേൻ നീ ഒന്ന് ഉടയുവാൻ, നീ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകും.
ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിക്കപ്പെട്ട പത്രോസിനെ കുറ്റം പറഞ്ഞ് ഒതുക്കിയില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. നോക്കണേ, ആമേൻ. അതെ, പത്രോസ് ആമേൻ അനുദപിച്ചപ്പോ പത്രോസിനെ സഭയ്ക്കകത്തോട്ട് തമ്പുരാൻ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഉടനെ കുരുത്തം കെട്ടവന്മാര്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവർ അവിടെ ഇരുന്ന് പറയാൻ തുടങ്ങി, അയ്യോ കണ്ടോ അവൻ തള്ളി പറഞ്ഞിട്ടും കർത്താവ് അവനെ എന്ത് ഉപയോഗിക്കുക, നീ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കും. ഹല്ലേലൂയ. സമർപ്പിക്കപ്പെട്ട പത്രോസിനെ ആമേൻ നിത്യതയ്ക്ക് വേണ്ടി ആയിരങ്ങളെ ആമേൻ വേർതിരിക്കാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മുഖപക്ഷമില്ലാത്ത ദൈവം ഇന്ന് രാത്രി നീ അനുദപിച്ച ഇന്നലത്തെ ക്രമക്കേട് നിന്നിൽ നിന്ന് നീക്കി നിന്നെ ഹല്ലേലൂയ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം 8:34 ശിക്ഷ വിധിക്കുന്നവനാ ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എബ്രായലേഖനം 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും അത് വിധിച്ചിരിക്കാതെ ആമേൻ അതെ സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അന്യന്റെ കണ്ണിലെ കരടെടുക്കുവാൻ ശ്രമിക്കുന്നവരെ കണ്ടിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ അതുപോലെ ആകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ കാര്യസ്ഥൻ നിങ്ങളോട് കൂടെ ആക്കിയിരിക്കുന്ന കാര്യസ്ഥൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദമാണിത്. ഹല്ലേലൂയ. സഹായിയായി കൂടെ നിൽക്കുന്നവൻ. ആമേൻ. നീ ഒരു ശുശ്രൂഷകനാണോ? ഹല്ലേലൂയ. നിന്നെ സഹായിക്കുവാൻ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിന്റെ മേൽ ആമേൻ പകർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ മധ്യസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആമേൻ ഉലകത്തിൽ ആർക്കും പരിഹരിപ്പാൻ കഴിയത്തില്ലെങ്കിലും തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതിരോധം തീർക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്നവൻ എന്നെല്ലാം അർത്ഥ പശ്ചാത്തലം ഈ വാക്കിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ ഈ വാക്ക് സ്നേഹിതൻ, ഉപദേശകൻ, ആശ്വാസദായകൻ, വിശ്വാസികൾക്ക് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ആലോചന നൽകുന്നവൻ, അവർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുന്നവൻ എന്നെല്ലാം അത് വളരെ വ്യക്തമായി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു പരിശുദ്ധാത്മാവിനെ മറ്റൊരു ആശ്വാസപ്രദൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. 17-ാം വാക്യത്തിൽ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാ അതിനെ അവന് ലഭിപ്പാൻ കഴിയുന്നില്ല. ആമേൻ. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് 26-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതേ വാഗ്ദത്തം ആമേൻ കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ ആമേൻ ഡൈവേർട്ട് ചെയ്ത് വിടുവാൻ, ക്രമക്കേടിലേക്ക് വിടുവാൻ പിശാച് ആ കുടുംബത്തിനകത്ത് പലരെയും ഉപയോഗിക്കാൻ നോക്കി. പക്ഷേ സമയാസമയങ്ങളിൽ ദർശനം കൊടുത്ത വാഗ്ദത്തം കൊടുത്ത ദൈവം, തേജോമനായ ദൈവം മെസൊപ്പൊത്താമിയിൽ വെച്ച് പ്രത്യക്ഷനായതുപോലെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അബ്രഹാമിന് പ്രത്യക്ഷനായി അവനെ ആ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തിക്കൊണ്ടിരുന്നു. ഒരിക്കൽ അവൻ ആമേൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോ ആമേൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മോനെ നീ മേപ്പോട്ട് നോക്കടാ, കാണുന്ന നക്ഷത്രങ്ങളില്ലേ ആമേൻ എണ്ണി തീർക്ക്, ഇതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരാൻ പോകുക. അത് കേട്ട ഉടനെ അബ്രഹാം ചോദിച്ചു, ഒരു കുഞ്ഞിനെ പോലും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ഇന്ന് രാത്രിയിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോഴ് ദൈവം പറഞ്ഞു, എടാ മോനെ നീ ആ കടൽക്കരയിലോട്ട് ചെന്നിട്ട് ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട ആമേൻ എന്റെ പ്രവൃത്തിയെ നിനക്ക് എണ്ണി തീർക്കാൻ പറ്റുമെങ്കിൽ എണ്ണി തീർക്കടാ മോനെ. ഒക്കാത്ത കാര്യ ഇന്ന് അവനെ പോലെ അവന്റെ തലമുറകൾ അനുഗ്രഹിച്ച ആമേൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇല്ല എന്ന സത്യവേദ പുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. അന്ന് കേട്ട ആ വാഗ്ദത്തത്തെ ആമേൻ സ്വീകരിച്ച് ആമേൻ മുമ്പോട്ട് പോയ അബ്രഹാമിന്റെ മടിയിൽ അതേ ദരിദ്രനായി പിറന്ന ലാസർ ഇരിക്കത്തക്ക വിധത്തിൽ ആമേൻ സ്വർഗത്തിലേക്ക് അതെ പ്രൊമോട്ട് ചെയ്ത ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ വെച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക.
ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രയും നാൾ യേശു തന്നെ അവരുടെ ആശ്വാസപ്രദനായിരുന്നു. ഹല്ലേലൂയ. അത് ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ ശരിയായ വാക്ക് അഡ്വക്കറ്റ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു അഡ്വക്കറ്റായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ നടുവിലുണ്ട്, നമ്മുടെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം ദൈവമക്കളെ. ആമേൻ. തെറ്റുപറ്റാത്ത ആരുമില്ല. ആമേൻ. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി, ഹല്ലേലൂയ, ആമേൻ, പാപികളായി മാറി. അങ്ങനെ നല്ലവരെ തേടി അല്ല കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്, പാപികളെ തേടിയ, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന, ആമേൻ, പാവന രക്തം, ആമേൻ, ആമേൻ, പാരിൽ ഒഴുക്കി പരലോകത്തേക്ക്, ആമേൻ, ഉയർത്തെഴുന്നേറ്റ് പോയ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരുവൻ അനുഗമിച്ചാൽ ദൈവം അവനോട് ക്ഷമിക്കും. നീതിമാൻ വീണാലും അവൻ നിരംപരിചയാകുവാൻ സമ്മതിക്കുന്നവനല്ല, അവൻ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ എഴുന്നേൽക്കുവാനുള്ള അവസരം ദൈവം കൊടുക്കുമ്പോ, അപ്പോ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് ദൈവം കണ്ടവൻ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് അകന്നുപോയി, ക്രമക്കേട് സംഭവിച്ചു പോയി എന്ന് നീ മനസ്സിലാക്കിയിട്ട് അവന്റെ മേലെ കല്ലുരുട്ടി വെച്ച് അവൻ ഒരിക്കലും നിവർന്ന് കാണാത്ത വിധത്തിൽ നീ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അവനെ ഒതുക്കാൻ നോക്കിയാൽ അവൻ ഒതുങ്ങത്തില്ല. അവൻ അനുദപിച്ചാൽ ദൈവം അവനെ കൈപിടിച്ചുയർത്തും. അവന്റെ മേൽ കല്ലുരുട്ടി വെച്ച് അവനെ ഒതുക്കാൻ നോക്കുന്ന നിന്റെ മേൽ കല്ല് തിരിഞ്ഞുരുളും. നീ, ആമേൻ, കല്ലിന് അടിയിൽ അകപ്പെട്ട് അമർന്നു പോകും. കർത്താവ് തൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ അനുദപിച്ച പാപി അത് എടുക്കപ്പെടും. ആമേൻ. അനുദപിച്ച പിന്മാറ്റക്കാരൻ എടുക്കപ്പെടും. ആമേൻ. അവനെതിരെ ക്രമക്കേട് നോക്കി ആമേൻ കല്ലുരുട്ടുന്ന നീ, ആമേൻ, കാഹളം മുഴങ്ങുമ്പോ അമർന്നു പോകും. ആമേൻ. പാതാള ഗോപുരങ്ങൾ നിന്നെ പിടിച്ചു വെക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അത്ഭുത മന്ത്രി എന്ന് യേശുവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവന് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത ഒരു വകുപ്പുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒത്തിരി മന്ത്രിമാരുണ്ട്, ഉപമന്ത്രിമാരുണ്ട്. ആമേൻ. ഇലക്ട്രിസിറ്റി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, ആമേൻ, മന്ത്രിയുണ്ട്. ഹല്ലേലൂയ. ആരോഗ്യ മേഖല കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുണ്ട്. ആമേൻ. അത് റോഡ് മേഖല കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുണ്ട്. ആമേൻ. അതുപോലെ ഓരോന്നിനും ഓരോ മന്ത്രിയാ, അല്ലേ? ആമേൻ. കരമേഘ, ആമേൻ, വായുമേഘം, ആമേൻ, അതെ, വായുമാർഗം, കരമാർഗം, ആമേൻ, സമുദ്രമാർഗം ഒക്കെ ഗതാഗതം കൈകാര്യം ചെയ്യുന്ന ഓരോ മന്ത്രിമാരുണ്ട്, അല്ലേ? ഹല്ലേലൂയ. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലേ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന അത്ഭുത മന്ത്രി ഉണ്ടല്ലോ, എല്ലാം കൈകാര്യം ചെയ്യും. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഉണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ പോലെ മറ്റൊരാളെ അയക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ വ്യത്യസ്തനായ ഒരു വ്യക്തി എന്ന് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് മറ്റൊരുവനെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് 7-ാം അധ്യായം 39-ാം വാക്യവും ലൂക്കോസ് 24:49 വായിക്കുമ്പോൾ, ആമേൻ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 1:4-5. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ, ആരാ? ഈ കർത്താവ്, ഹല്ലേലൂയ, തന്നെ അനുഗമിച്ച ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കാത്തിരുന്ന കൂട്ടത്തിൽ ആരുണ്ടായിരുന്നെന്ന് അറിയാമോ? തള്ളിപ്പറഞ്ഞ പത്രോച്ചാൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ലൂക്കോച്ചായൻ പറഞ്ഞു, എടാ, അവനെ കൂട്ടണ്ട, അവൻ തള്ളിപ്പറഞ്ഞവനാണെന്ന്, അവൻ ഒരിക്കലും ശരിയാകത്തില്ലെന്ന്. തമ്പുരാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. അനുദപിച്ച പാപി, ഹല്ലേലൂയ, അനുദപിച്ച കള്ളൻ ആ ക്രൂശിൽ കിടന്ന് രക്ഷപ്പെട്ടതുപോലെ തള്ളിപ്പറഞ്ഞ, ആമേൻ, പത്രോസ് അനുദപിച്ചപ്പോ, ആമേൻ, കയറി വന്ന് മുട്ടുമടക്കിയപ്പോ മടക്കണ്ട എന്ന് പറഞ്ഞില്ല. പക്ഷെ അനുദപിക്കാത്ത യൂദ കെട്ടിത്തൂങ്ങി എന്ത് ചെയ്തു? തകർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നീ അനുദപിക്കുന്നില്ലെങ്കിൽ, ആമേൻ, നിന്റെയും ഗതി ഇതൊക്കെ തന്നെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ, ആമേൻ, മനോനിലയൊക്കെ നഷ്ടപ്പെടും. ഹല്ലേലൂയ. അവസാനം സ്വസ്ഥത നഷ്ടപ്പെട്ട്, ആമേൻ, ആത്മഹത്യ, ആമേൻ, പരിഹാരമല്ല എന്ന് കൂടെ മീഡിയയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആമേൻ. സത്യവേദപുസ്തകം പറയുന്നു, ആമേൻ, നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പത്രോസിന്റെ പ്രശ്നത്തെ യേശു പരിഹരിച്ചു. പക്ഷെ യൂദയുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ അവൻ എന്ത് ചെയ്തില്ല? ആമേൻ, ആമേൻ, സമർപ്പിച്ചില്ല. അവൻ കേട്ട വചനത്തിൽ എന്ത് ചെയ്തില്ല?
ആശ്രയിച്ചില്ല. അവൻ സ്വന്തം ബുദ്ധിയിൽ ഊന്നിയത് കൊണ്ട് ഒരു മുഴം കയറില് അവൻ എന്ത് ചെയ്തു? തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അയ്യോ, പത്രോച്ചൻ പറഞ്ഞില്ല എനിക്ക് മനസ്സില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. കൂടെയുള്ള ആരും പറഞ്ഞില്ല. ഒരുമനപ്പെടാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഒരുമനപ്പെട്ട് ആമേൻ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി ഇരിക്കാൻ വേണ്ടി പത്രോസ് തയ്യാറാകുമ്പോൾ, അവൻ കള്ളനാണ്, അവൻ ശരിയല്ല, അവൻ തള്ളി പറഞ്ഞവനാ, അവൻ ശരിയല്ലെന്ന്, അവൻ ഒന്നാമത് ഇറങ്ങിയവനാ, ശരിയാ, ഒന്നാമൻ ഇറങ്ങിയ കുരുത്തം കെട്ടവന്റെ കൂടെ ഞാൻ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ 120 പേരെയല്ല കാണുന്നത്. അവർ ഒരുമനപ്പെട്ട് പിതാവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിക്കാനായി പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ തിരുവഴുത്ത് എന്താ പറയുന്നതെന്ന് അറിയാമോ? തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഹല്ലേലൂയ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം എന്ത് ചെയ്യും? ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആരുടെ സാക്ഷ്യം? എന്റെ സാക്ഷ്യം. ദൈവമക്കളെ, നമുക്ക് അവസരം ലഭിച്ചാൽ നമ്മൾ ആരുടെ സാക്ഷ്യം പറയണം? യേശുവിന്റെ സാക്ഷ്യം പറയണം. എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് പറയണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ കണ്ട് ആമേൻ സമയം കിട്ടുമ്പോൾ, അവസരം കിട്ടുമ്പോൾ, ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ കിട്ടുന്ന സമയം യേശുവിനെ കുറിച്ച് പറ. പ്രൈസ് ദി ലോർഡ്. യേശു നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പറ. ഹല്ലേലൂയ. അല്ലാതെ ആമേൻ ക്രമക്കേട് കാണിച്ചവനെ കുറിച്ച്, ആമേൻ അതെ ക്രമക്കേട് കാണിച്ചവൻ അനുദപിച്ചാൽ അവനെ ദൈവം ഉപയോഗിക്കും. ആമേൻ ഇന്നലകളിൽ ഉണ്ടായ കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞാലൊന്നും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ മേൽ ഉള്ളതെങ്കിൽ, ആമേൻ നിങ്ങൾക്ക് ആ ആത്മാവിന്റെ ശക്തിയാണ്, ആത്മാവിന്റെ അഭിഷേകമാണ് ഉള്ളതെങ്കിൽ ആദ്യം യെരൂശലേമിൽ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ യഹൂദയിൽ, പിന്നെ ശമരിയിൽ എല്ലായിടത്തും, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. ഹല്ലേലൂയ. ഈ ഭൂമിയുടെ അറ്റത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, കേൾക്കേണ്ടത് യേശുവിനെ കുറിച്ചാണ്. കാരണം ലോകത്തിന്റെ അറ്റത്ത് ആയിരിക്കുന്നവരെല്ലാം സമാധാനം നഷ്ടപ്പെട്ട് പണം കൊണ്ട് കാര്യമില്ലെന്ന്, കഴിവ് കൊണ്ട് കാര്യമില്ലെന്ന്, പുരോഗമനം കൊണ്ട് കാര്യമില്ലെന്ന്, യേശു കൊണ്ടെങ്കിലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണമെന്ന്. ഹല്ലേലൂയ. നീ നിന്റെ അതരത്തിലൂടെ പറയുന്ന വാക്കുകൾ ആമേൻ കേൾക്കുന്നവർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമായി തക്ക വിധത്തിൽ ഒരു സാക്ഷ്യമായി നീ മാറുകയാണെങ്കിൽ, അതെ നിത്യതയിൽ ചെല്ലുമ്പോ ആമേൻ നിന്നിലൂടെ വേർതിരിക്കപ്പെട്ടവരുടെ ആമേൻ അതെ ആ പ്രതിഫലങ്ങൾ അവിടെ വെച്ച് വീതിക്കുമ്പോ അത് കൈനീട്ടി വാങ്ങിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ ഈ ഭൂമിയിൽ ആമേൻ ഒരുമനപ്പെട്ട് ഹല്ലേലൂയ ഇരുന്നപ്പോൾ സംഭവിച്ചത്, പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെ, പെന്തക്കോസ്ത് വന്നപ്പോൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? ഒന്നിച്ചു കൂടിയിരുന്നു. ഹല്ലേലൂയ. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. ഹല്ലേലൂയ. എൻ്റെ താഴെ എൻ്റെ അനുജനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൻ്റെ താഴെ സഹോദരിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഭാര്യയുണ്ട്, എൻ്റെ അനുജന് ഭാര്യയുണ്ട്. ആമേൻ. എൻ്റെ സഹോദരിക്ക് ഭർത്താവുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കളുണ്ട്. ആമേൻ. അനുജന് 3 മക്കള്. ഹല്ലേലൂയ. ആമേൻ. അതെ, പെങ്ങൾക്കും 3 മക്കള്, എനിക്ക് 2 എണ്ണം. ഹല്ലേലൂയ. എത്ര പേരായി? 8 പേരായി. ആമേൻ. എനിക്ക് അപ്പനും അമ്മയുണ്ട്. 8 × 2 10. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ആമേൻ 3 മക്കള്. ഹല്ലേലൂയ. 13. ഹല്ലേലൂയ. പിന്നെ 3 മരുമക്കള്. 16. ഹല്ലേലൂയ. തീർന്നില്ലെന്ന്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ വീട്ടിൽ എൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒരു സഹോദരിയുണ്ട്, സഹോദരിക്ക് ഉണ്ട് 2 കുഞ്ഞുങ്ങള്. ഹല്ലേലൂയ. എൻ്റെ അനുജന്റെ ആമേൻ ഭാര്യയ്ക്ക് അമ്മയുണ്ട്, അളിയനുണ്ട്, നാത്തൂനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ അളിയനുണ്ട്, അളിയന്റെ കുടുംബമുണ്ട്. നോക്കിക്കേ, ഒരു സഭാരാധനയ്ക്കല്ല, ഒരു മാസ്യോഗത്തിനല്ല, ഒരു കൺവെൻഷന് തന്നെയുള്ള ആളുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഒരുമിച്ച് കൂടുവോ? പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഹല്ലേലൂയ. ആമേൻ. പടവലങ്ങ തിരിഞ്ഞു കിടക്കുന്നത് പോലെ, പാവയ്ക്ക തിരിഞ്ഞു കിടക്കുന്നത് പോലെ, ആമേൻ ഒരുത്തം കൂടിയിട്ട് പറയുക, അതെ അവൻ കൊള്ളത്തില്ലെന്ന്, അവന് 10 കൊല്ലം മുമ്പ് അങ്ങനെ കാണിച്ചതാ, അതുകൊണ്ട് അവനെ വേണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ഇളയ മകൻ യോസേഫ് പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ആമേൻ ധനകാര്യ മന്ത്രിയായി ഇരിക്കുമ്പോ ഇതാ വരുന്നു നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ ആമേൻ അതെ അപ്പനും അമ്മയും എല്ലാം വന്നപ്പോ എടാ നീയൊക്കെ എന്നെ പിടിച്ച് തള്ളിയിട്ടതല്ലേടാ, അന്ന് നീയൊക്കെ എന്റെ നാശം കാണാൻ വേണ്ടി നോക്കിയതല്ലേടാ, അതുകൊണ്ട് നിന്നെയൊക്കെ ഒരു മര്യാദ പഠിപ്പിക്കണമെന്നൊന്നും അല്ല ആമേൻ യോസേഫ് അവിടെ ആമേൻ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എന്താ ദൈവമക്കളെ പെന്തക്കോസ്ത് നാള്? ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരുടെ ആമേൻ ചരിത്രം പഠിക്കുമ്പോൾ അവർക്ക് പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറഞ്ഞ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ യോവേൽ ഉത്സവം. ഹല്ലേലൂയ. ആമേൻ 7 എന്ന് പറയുന്നത് എന്താ ഒരു പൂർണ്ണ സംഗതിയാ. ആമേൻ പൂർണ്ണ സംഖ്യയാണ്. പ്രൈസ് ദി ലോർഡ്. 7-ാം ദിവസം അവർ ശബത്ത് ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 7 ആമേൻ പൂർണ്ണമായ ഒരു സംഖ്യ എന്ന് പറയുന്നത് 7 ആമേൻ എന്ന് പറയുന്ന 7 വർഷം കൂടുമ്പോൾ ഹല്ലേലൂയ അവര് ആമേൻ അതെ ഒരുമിച്ച് കൂടി ആമേൻ ഉത്സവങ്ങൾ ആചരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ യെരൂശലേമില് ആമേൻ 7-ാം ദിവസം 7-ാം മാസം 7-ാം ആമേൻ വർഷം ഇങ്ങനെ അവർക്ക് ഒരു നിയമം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ എല്ലാം വരുമ്പോ അവര് പ്രാകാരത്തിൽ നിൽക്കേണ്ടവർ പ്രാകാരത്തിൽ നിൽക്കണം, വിശുദ്ധ സ്ഥലത്ത് നിൽക്കേണ്ടവർ വിശുദ്ധ സ്ഥലത്ത് നിൽക്കണം, അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കേണ്ടവർ അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കണം. ഇതിനെല്ലാം യോഗ്യതയുണ്ട്. ആ യോഗ്യതകൾ അനുസരിച്ച് അവരവരുടെ സ്ഥലത്ത് എന്ത് ചെയ്യാണ് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ ആ പ്രത്യേക സമയത്ത് ആമേൻ ദൈവശബ്ദം കേട്ട ഒരു ചെറിയ കൂട്ടം ഹല്ലേലൂയ മർക്കോസിന്റെ വീട്ടിൽ ഒരു മുറിക്കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ യേശുവിന്റെ അമ്മ ഉൾപ്പെടെ 120 പേര്. ഹല്ലേലൂയ. അന്നത്തെ ആമേൻ പ്രമാണം അറിയാവുന്ന യഹൂദന്മാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് ഈ ചെറിയ കൂട്ടം ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാപിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആ കൂട്ടത്തിൽ ഞാൻ എടുത്തു പറയുന്നത് ആമേൻ അതെ പത്രോസ് ഉണ്ടായിരുന്നു എന്നാ. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ ഇരുന്ന ആരും പറഞ്ഞില്ല അവൻ കുരുത്തം കെട്ടവനാ, അവൻ ക്രമക്കേട് കാണിച്ചവനാ, അവൻ ആമേൻ വലിയ പുള്ളി കളിച്ചിട്ട് എടുത്ത് ചാടി ആമേൻ അത് വെള്ളത്തിൽ നടക്കാൻ നോക്കിയവനാ, ആമേൻ അവൻ തമ്പുരാനെ ആമേൻ വേണ്ട എന്ന് വെച്ച് പോയവനാ, ആമേൻ അവനെ ഈ കൂട്ടത്തിൽ ഇരുത്തിയ ആത്മാവ് വരത്തില്ല, ആമേൻ നമ്മുടെ പ്രാർത്ഥനയൊക്കെ വെറുതെ ആയി പോകും. ഇതൊന്നും അവിടെ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരുമനപ്പെടാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഐക്യതപ്പെടാമോ? ഹല്ലേലൂയ. ഒരുപക്ഷെ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ടാകാം. ദൈവം ആമേൻ ആ ധൂർത്ത പുത്രനെ പിടിച്ചതുപോലെ തമ്പുരാൻ സമയത്ത് പിടിച്ചപ്പോൾ അവർ അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഹല്ലേലൂയ അത് നീ അറിയാതെ ആമേൻ നീ ആമേൻ അതെ പോരാട്ടം എന്ന് പറഞ്ഞ് ആമേൻ നീ ക്രമക്കേടെന്ന് പറഞ്ഞ് നീ ആമേൻ മന്ത്രവും തന്ത്രവും എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകരുത്. ആമേൻ ഒരുമനപ്പെടാൻ തയ്യാറായപ്പോ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. പത്രോസിന്റെ മേലെ വന്നില്ല എന്ന് എഴുതിയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഒരുത്തന്റെ മേൽ പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ. ഈ ആശ്വാസപ്രദൻ വിശ്വാസികളുടെ ഈ ദിവ്യ സ്നേഹിതൻ എന്നും അവരുടെ കൂടെ ഉണ്ടായിരിക്കും, അവൻ ഒരിക്കലും അവരെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് തെളിയിച്ചു. എന്താ കാര്യം എന്നറിയാമോ? അവൻ പത്രോസ് ആ കൂടെ ഇരുന്ന് ആത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ. 11 പേരിൽ ഒരുവനായിട്ട് എഴുന്നേറ്റ് നിർപ്പിച്ചത് ആരെയാണെന്നറിയോ? പത്രോസിനെയാ. പ്രൈസ് ദി ലോർഡ്. നീ കുറ്റം പറയുന്നവനെയാ ഹാമാൻ ആമേൻ ആ മോർദെഖായിക്ക് വേണ്ടി കഴിമര ഒരുക്കിയത്. പക്ഷെ മാനിക്കപ്പെട്ടത് ആരാന്നറിയാമോ? ആമേൻ മോർദെഖായിയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവ പൈതലേ ആമേൻ പ്രതികാരം യഹോവയ്ക്കുള്ളതാ. ആമേൻ ഒരുമനപ്പെടാൻ മനസ്സുണ്ടോ? ഐക്യതപ്പെടാൻ മനസ്സുണ്ടോ? സമർപ്പിക്കുവാൻ മനസ്സുണ്ടോ? ആമേൻ നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ശ്രമങ്ങളിലും വിജയിക്കാൻ ആവശ്യമായ എല്ലാ ഉത്തരങ്ങളും തിരുവചനത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വന്തം ശക്തികളിൽ നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യം പറയുന്നത്. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ അവനിൽ ആശ്രയിക്കുവാൻ സമർപ്പിക്കുമെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ, സ്വന്തം ആമേൻ ബുദ്ധിയിൽ, സ്വന്തം ആമേൻ സാഹചര്യങ്ങളിൽ ആശ്രയിക്കാതെ പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവുമായി സഹകരിക്കുക. നിങ്ങളെ നയിക്കുവാനുള്ള നിങ്ങളുടെ പാതകളിൽ ആമേൻ അവൻ നയിപ്പാൻ തക്കവണ്ണം ഇടയാകും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളിലും ആമേൻ ഇടപെടുവാൻ, ആമേൻ പ്രവർത്തിക്കുവാൻ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ പരാജയപ്പെടത്തില്ല ജീവിതത്തിൽ. ഹല്ലേലൂയ, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ, ഹല്ലേലൂയ, ആമേൻ, അതെ, ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഇന്ന് രാത്രി ആർക്കാണ് സഹായം വേണ്ടത്? ഹല്ലേലൂയ. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ ലോകം നിന്നെ സഹായിക്കാൻ തയ്യാറല്ല. ആമേൻ. നിന്റെ കൂടപ്പിറപ്പിന് ഒരുപക്ഷെ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള വകയില്ലായിരിക്കാം. എന്നാൽ പുരാതന സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗാദി സ്വർഗം പറയുക, ഞാൻ നിന്നെ സഹായിക്കാം. ആമേൻ. നിന്റെ വലം കൈ പിടിക്കാം. ഹല്ലേലൂയ. 41-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ വലത്തോട്ടോ ഇലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. ഇന്ന് രാത്രി ആ ശബ്ദം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആ ശബ്ദം കേട്ടവർ, ആ മറിയ ദൂതന്റെ മുമ്പിൽ അത് പറഞ്ഞു നോക്കി, ആമേൻ, എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലെന്ന്. നിന്റെ ബയോളജി, നിന്റെ കെമിസ്ട്രി, നിന്റെ ഹിസ്റ്ററി എല്ലാം മാറ്റി വെക്ക്, നീ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ. പണ്ടത്തെ കാര്യം പറഞ്ഞുകൊണ്ട് നീ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നീ സമർപ്പിക്കപ്പെടുവാൻ തയ്യാറായാൽ പുതിയത് പറയുവാനുള്ള അനുഭവം സ്വർഗം നിനക്ക് തരും. ഹല്ലേലൂയ. അതെ, പത്രോസ് പറയുക, ആമേൻ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കിയപ്പോ 10 കൊല്ലം മുമ്പ് പിടിച്ച കാര്യമല്ല, അന്ന് പറഞ്ഞ സമയത്ത് അവൻ സമർപ്പിച്ചപ്പോ അവന്റെ വലക്കകത്ത് കാര്യമാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സാക്ഷ്യം പറയാൻ ഒത്തിരി ഉണ്ട്, ഒത്തിരി. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുന്ന വലിയ വിടുതലുകൾ പറയാൻ ഒത്തിരിയുണ്ട്, സമയം പോരാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ മുൻഗണനയായിരിക്കണം. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ കൂടുതൽ അടുക്കുവാനുള്ള അവസരം, ജീവിതത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. നിങ്ങളെ മഹാനാക്കാൻ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവനുമായി ആമേൻ അഭേദ്യ ബന്ധം എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ജീവിതത്തിൽ രാജാക്കന്മാരെ പോലെ വാഴുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും? ഈ വചനങ്ങളാ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനത്തിനായി ഹല്ലേലൂയ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, എല്ലാ ദിവസവും ഹല്ലേലൂയ, അതെ, ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾക്കോ ആമേൻ പ്രതിസന്ധികൾക്കോ ആമേൻ ഞങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. അതിനകത്ത് ഉത്തരം അരുളി ഞങ്ങളെ ജയത്തോടെ നടത്തുവാൻ അങ്ങ് ശക്തനാണെന്ന് ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ ഇന്ന് രാത്രി വചനം കേട്ട് സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ പദ്ധതിയുടെ ഭാഗമായി ആമേൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും, വരുവാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി, സംഭവിക്കുവാൻ പോകുന്ന അനർത്ഥങ്ങളെ മുൻകൂട്ടി ആമേൻ സ്നേഹിതനായ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി കൊടുക്കണമേ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് ആമേൻ യോശുവയെ പോലെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ വരത്തില്ല എന്നുള്ള ആ വാഗ്ദത്തം പോലെ ഈ ദിവസങ്ങൾ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുക. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ആമേൻ നാം കേട്ടതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. നിങ്ങളുടെ സ്വന്തം വിവേകത്തിലേക്ക് ചായരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക. അവൻ നിന്റെ പാതകളെ
നയിക്കും. പ്രൈസ് ദി ലോർഡ്. നായകനായി നമ്മുടെ മുമ്പിലുള്ള കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ലല്ലോ. ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വിജയൻ കേക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സജി വർഗീസിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. കലാ സുനിൽ കുമാരനായി ദൈവത്തെ സ്തുതിക്കാം. ലൈല മാൻഡിക്കായി ദൈവത്തെ സ്തുതിക്കാം. റേച്ചൽ ധാനിയലിനായി ദൈവത്തെ സ്തുതിക്കാം. സന്തോഷ് ജോസിനായി പാസ്റ്റർ സന്തോഷ് ജോസിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ബെന്നി ഇയേഴ്സിനായി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ആമേൻ. റിസോറിക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. ശോഭ ആറിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശോഭന വിജയനായി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ജയ്മോനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഉണ്ണി റാണിക്കായി ദൈവത്തെ സ്തുതിക്കാം. ഷിബുനായി ദൈവത്തെ സ്തുതിക്കാം. ബോബി ബിന്ദുനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ബിജു പി ആറിനായി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. തോമസ് അബ്രഹാം അണലിപ്പറമ്പിൽ അങ്കിളിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടി, ആമേൻ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആമേൻ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ആമേൻ എല്ലാ വ്യക്തികളെയും നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് എല്ലാവരെയും ദൈവം കൈപിടിച്ച് നടത്തട്ടെ. ഇന്ന് രാത്രി കോൺഫറൻസ് കോളിൽ പങ്കെടുത്ത വത്സമ്മ ബാബുവിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞമ്മ രാജുവിനായി ദൈവത്തെ സ്തുതിക്കാം. കെ എസ് അമ്മണിക്കായി ദൈവത്തെ സ്തുതിക്കാം. തങ്കമ്മ ജോസിനായി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. അതെ, കർത്താവിന്റെ ദാസി ലീലാമ്മ ജോസിനായി ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞമ്മ വടാൽ ഭരതനായി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി ഇത്രത്തോളം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേരിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ഇന്നലെ രാത്രിയിലെ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന യൂട്യൂബ് ലിങ്ക് ആമേൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. സർവകൃപാലുവായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുഞ്ഞമ്മ രാജു ആമേൻ ഇപ്പോൾ ആമേൻ അത് കേൾക്കുന്നെങ്കിൽ ശബ്ദമുയർത്തി ആമേൻ പൊതുവിനെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. കുഞ്ഞമ്മ രാജു ഉണ്ടോ? ഹല്ലേലൂയ. വത്സമ്മ ബാബു ശബ്ദത്തിൽ പ്രാർത്ഥിച്ചാൽ. ചെറിയ നല്ല പിതാവേ, അനുഗ്രഹം നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നല്ല സമയയാമത്തങ്ങൾ കർത്താവേ ഞങ്ങളുടെ പാതകത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി തന്നത് അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാമത്തങ്ങൾ കർത്താവേ, ഹല്ലേലൂയാ. ഞങ്ങളുടെ വചനം കേൾക്കുവാൻ, കർത്താവിന്റെ സ്നേഹിതനായിരിക്കാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ എല്ലായിടത്തും കൃപയ്ക്കായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി കാലവും ദൈവമേ ഞങ്ങളുടെ വിഷയത്തിനെ ശക്തീകരിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി കാലം കർത്താവിന്റെ വചനം കേട്ട ഓരോ ജീവിതങ്ങളോടും ദൈവം മാറാകണമേ, സംസാരിക്കുമാറാകണമേ. അനേക കർത്താവിനെ ഞങ്ങളുടെ വചനങ്ങൾക്ക് കൊണ്ടിരിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മകനെ കർത്താവ് സ്വീകരിച്ചല്ലോ, കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ. ഇനിയും അനേകരിലേക്ക് ഞങ്ങളുടെ വചനത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മകനെ ശക്തീകരിച്ചുകൊണ്ടിരിക്കണമേ. ദൈവവചനം കേട്ട ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ കരമൊന്ന് വെച്ച് വിട്ടിരിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. രോഗികളായി പാരപ്പെടുന്നവരുടെ മേലെ നടക്കാരം വയ്ക്കുമാറാകണമേ. ഇനിയും കർത്താവെ അനേക രാജ്യങ്ങളിലേക്ക് കർത്താവിന്റെ വചനം എത്തിപ്പാൻ തക്കവണ്ണം മകനെ ശക്തീകരിച്ചുകൊണ്ടിരിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രാത്രി കാലം വചനം കേട്ട് ഓരോ മക്കളുടെ മേലും ശക്തി അങ്ങ് അയക്കണമേന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ദൈവവചനരുടെ വിടുതലായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനേരുടെ ഉള്ള പിന്നെയും തുറക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനമൊക്കെയും കർത്താവെ അധികം ഹല്ലേലൂയ അടിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ
അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതവും അടയാളം വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ മകനെ ശക്തീകരിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുണ്യകരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. ഗോഡ് ബ്ലസ് യു. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്കൊരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.